നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലമായിരുന്നു ഈ പറഞ്ഞ ഒരു പ്രത്യേക പ്രദേശം. ആ പ്രദേശത്ത് നമ്മുടെ കോഴിക്കോടുള്ള ഒരു സൈനിക ടീം സാധാരണ അവർ വടം കെട്ടിപ്പോയ വഴിയാണ് നേരത്തെ ഉണ്ടായിരുന്നത്. എന്നിട്ട് അതിലെ കൂടി ആളുകളെ ചിലരെ ഇങ്ങോട്ട് കടത്തി കൊണ്ടുവരികയായിരുന്നു. അതല്ലാതെ കുറച്ച് മേലോട്ട് പോയുള്ളൊരു വഴിയിലൂടെ അപ്പുറമെത്തി. അങ്ങനെ ഈ പ്രദേശത്തേക്ക് അവരെത്തി. അവിടെയുള്ള പരിക്ക് പറ്റിയ മുഴുവൻ ആളുകളെയും അവിടുന്ന് മാറ്റി ഈ വടം വഴി ഇങ്ങോട്ട് കടത്തുന്നുണ്ടല്ലോ, അവിടെ ഇപ്പോൾ എത്തിച്ചിട്ടുണ്ട്. അവിടെ ഇങ്ങോട്ട് കടത്താൻ കഴിയുമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതിലേക്കൊരു ആശ്വാസ വാർത്തയാണ് ഇന്ന് വൈകുന്നേരം ലഭിച്ചിട്ടുള്ളത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. രാത്രി വിഷമമല്ലേ അവിടുത്തെ അവസ്ഥ വെച്ചാൽ. ഇപ്പം തന്നെ ഈ സമയമാകുമ്പോഴേക്ക് തന്നെ അവിടെ വല്ലാതെ ഇരുടായി. അതുകൊണ്ട് രാത്രി തുടരാൻ വിഷമമായിരിക്കും അവിടെ. ഇതിലൊരു പ്രയാസമില്ല. കാരണം ഇപ്പം തിരിച്ചറിഞ്ഞവർ നല്ല രീതിയിൽ നല്ല വേഗതയിൽ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. 18 പേര് ഇപ്പം തന്നെ പോസ്റ്റ്മോർട്ടം നടന്നു പോയി കഴിഞ്ഞു. പോസ്റ്റ്മോർട്ടത്തിന് പിന്നെ ഭാവിയിൽ അവർക്ക് എന്തെങ്കിലും അവരുടെ കുടുംബത്തിന് എന്തെങ്കിലും പ്രയാസമുണ്ടാകേണ്ട എന്നുള്ളത് കൊണ്ടാണ് അത് മറ്റൊരു നിലയെടുക്കാത്തത്. അത് വേഗം തന്നെ പൂർത്തിയാക്കുന്ന നടപടികൾ ആരോഗ്യവകുപ്പ് പ്രത്യേകമായി ചെയ്തിട്ടുണ്ട്. എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അതൊക്കെ സാധാരണ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യമല്ലേ. അതൊക്കെ ഒരു ഇത്തരം ദുരന്തമുഖത്ത് ഒരു പ്രശ്നമായിട്ടൊരു കാലത്തും വന്നിട്ടില്ലല്ലോ. ഇതിൽ നല്ലത് എല്ലാം അവിടെ കലക്ടർ മുഖേന ചെയ്യുന്നതായിരിക്കും. ആരും പ്രത്യേകം എന്ന നിലക്ക് ചെയ്യുന്നതല്ല നല്ലത്. കലക്ടർ മുഖേന അങ്ങനെ സഹായിക്കേണ്ടവർക്ക് സഹായം നൽകുന്ന ആവശ്യമുണ്ടോ എന്ന് നോക്കി കൊടുക്കുന്നതാണല്ലോ നല്ലത്. അത് അത്തരമൊരു നടപടിക്രമമായിരിക്കും നന്നാവുക. ഒരു വല്ലാത്ത ദുരന്തമാണല്ലോ. ഒരു ശാന്തമായ സ്ഥലം, സമനിരപ്പായ സ്ഥലം, അവിടെ താമസിക്കുന്നൊരു ഗ്രാമം, അവിടെ ഈ കുന്നിൻ്റെ മുകളിൽ നിന്നാണല്ലോ ഇത് ലാൻഡ് സ്ലൈഡ് ആദ്യം ഉണ്ടാകുന്നത്. അതിങ്ങ് മണ്ണിടിഞ്ഞ് ഒരു വലിയ ശക്തിയോടെ വരികയാണല്ലോ. അതിനകത്ത് മണ്ണ് മാത്രമല്ലല്ലോ, കല്ലും മറ്റു കാര്യങ്ങളും വലിയ പാറകളും എല്ലാം കൂടിയല്ലേ വരുന്നത്. ഈ കിടന്നുറങ്ങുന്നവരുടെ മേലെ കൂടി അങ്ങ് പോവുകയല്ലേ. അതിൻ്റെ വ്യാപ്തിയല്ലേ കാണിക്കുന്നത്. ആ സ്കൂളിൻ്റെ 2ാമത്തെ നിലയുടെ മുകളിലാണ് ഇതിൻ്റെ ഉയരമെന്നല്ലേ കാണിക്കുന്നത്. അപ്പോൾ എത്ര ശക്തിയിലാണത് വന്നതെന്നല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെയും സംഭവിക്കാമെന്ന് കാണുക എന്നല്ലാതെ വേറെ എന്താ ചെയ്യാൻ പറ്റും. അല്ല, അതാണല്ലോ നമ്മൾ ഈ ദുരന്ത സാധ്യത എന്ന് പറയുന്നത്. ദുരന്ത സാധ്യതയുള്ള സ്ഥലങ്ങളിൽ അതത് സ്ഥലത്ത് അറിയിപ്പുകൾ കൊടുക്കുകയും അവരെ മാറ്റി പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അതിവിടെയും നടന്നിട്ടുണ്ട്. ഇവിടെ തന്നെ കുറച്ച് അപ്പുറത്തായിട്ട് കോളനി 1-2 കോളനികൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അവരെ മാറ്റി പാർപ്പിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് കുറേ ആളുകൾ ഒഴിവായി കിട്ടിയത്. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു പ്രതീക്ഷ ആർക്കും ഇല്ല. അതാണ് സംഭവിക്കുന്നത്. ആ കണക്ക് ഏകദേശം താമസിച്ച കുടുംബങ്ങളെ പറ്റിയൊക്കെയുള്ള കണക്ക് അവിടെയുണ്ട്. എൻ്റെ കയ്യിൽ ഇപ്പോഴില്ല. അതേതായാലും കൃത്യമായ കണക്കുണ്ട്. അതിനൊന്നും പ്രശ്നവും വരില്ല.